SI ആയി ചാർജ് എടുത്ത് ദിവസങ്ങൾക്കുള്ളില് വേണുവിനെതിരെയുള്ള തെളിവുകള് നന്ദുവിന് കിട്ടുകയാണ്. നന്ദു പഴയ കേസ് ഫയലൊക്കെ നോക്കുന്ന സമയത്തായിരിക്കും ഇതുവരെയും തെളിയിക്കാത്തതും പിടിക്കപ്പെടാത്തതുമായിട്ടുള്ള ചെറിയ ചെറിയ കേസുകളുടെ എണ്ണം ഒരുപാട് കൂടുതൽ കാണുന്നത്. അങ്ങനെ അത് ചിക്കി ചികഞ്ഞു പോകുമ്പോഴായിരിക്കും വേണു കോടികളിലെ തട്ടിപ്പ് നടത്തി ഇതുപോലെ സ്റ്റേഷനിൽ കയറിയതും കോടതി കയറിയതുമായിട്ടുള്ള ഒരുപാട് കേസുകൾ കാണുകയാണ്. കൂടാതെ പിടിക്കപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് കേസുകൾ വേണുവിനെതിരെ നന്ദുവിന് കിട്ടുകയാണ്. ഇത് കണ്ട് ആകെ ഒരു ഷോക്കിലായിരിക്കും നന്ദു നിൽക്കുന്നുണ്ടായിരിക്കുക. ഇത് അനാമികയുടെ അച്ഛനാണോ എന്ന് നന്ദുവിന് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരിക്കില്ല. അങ്ങനെയാണ് നന്ദു ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ ഉറപ്പായതിനു ശേഷം ആദ്യം ഇക്കാര്യം പറയുന്നത് അനിയോടായിരിക്കും. നന്ദുവിന്റെ കോള് കാണുന്ന അനി അനാമിക കാണാതെ ഒന്ന് മാറിയാണ് സംസാരിക്കുന്നത്. എന്താ നന്ദു എന്താ ഇങ്ങോട്ട് വിളിച്ചേ? എന്നെ വിളിക്കാറൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നീ SI ആയി വലിയ തിരക്കിലൊക്കെ അല്ലേ? അതുകൊണ്ടാ പിന്നെ ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് അങ്ങോട്ട് വിളിക്കാത്തതും നിന്നെ കാണാൻ വരാത്തതും. അനി, ഞാൻ നിന്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. എന്താ നന്ദു, എന്താ കാര്യം? അനാമികയുടെ അച്ഛനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? എന്തറിയാനാ? അല്ല, അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നിനക്കറിയോ? നല്ല കോടീശ്വരന്മാരാണെന്നൊക്കെയാ കേട്ടത്. ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും അന്വേഷിച്ചിട്ടില്ല. നിനക്കെന്തെങ്കിലും തന്നിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട്? എനിക്കൊരു കാറ് തന്നു. എന്നാ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് അവരോട് തന്നെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പിന്നീട് എവിടെയോ ഫ്ലോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വീട് വെക്കാനായിട്ട്. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അവരുടെ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും തന്നെ ഞാൻ അനാമികയോടോ ആരോടും ചോദിച്ചിട്ടില്ല. എന്താ നീ ഇപ്പൊ ഇത് ചോദിക്കാൻ കാരണം? എനിക്ക് നിന്നെ ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഫ്രോഡുകളുടെ കുടുംബത്തിൽ നിന്നാണല്ലോ നീ കല്യാണം കഴിച്ചത്. ഈ പറയുന്ന അനാമികയും ഒട്ടും മോശമല്ല. നീ എന്തെങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കുന്നേ? നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ നീ അത് തുറന്നു പറ. എനിക്കാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട്. നന്ദു, നീ എന്താ മറച്ചു വെക്കുന്നേ? നിന്റെ അടുത്ത് എങ്ങനെ പറയുന്നോർത്താ ഞാനിങ്ങനെ മടിച്ചു നിൽക്കുന്നേ. നിന്റെ അമ്മായിയച്ഛൻ കോടികളെ തട്ടിപ്പാ നടത്തിയിരിക്കുന്നത്. ഞാനിപ്പോ കേസ് ഫയൽസ് ഒക്കെ നോക്കിയപ്പോഴാ അത് കാണുന്നത്. ഒരുപാട് തവണ ജയിലിലും കോടതിയും ഒക്കെ കയറിയിട്ടുണ്ട്. നിനക്കതൊക്കെ അറിയോ? എന്താ പറയുന്നത് നന്ദു? എനിക്കതൊന്നും അറിയില്ല. എന്നാ ഇതാണ് സത്യം. നീ അറിയാത്ത പല കാര്യങ്ങളുമാ അവരുടെ കുടുംബത്തിലുള്ളത്. പിന്നെ എനിക്കിത് നിന്നെ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. പിന്നെ അതിനു മുൻപേ നിന്നോട് കാര്യങ്ങളെല്ലാം പറയണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ നിന്നെ വിളിച്ചത്. അനി, നീ എന്തൊന്നും മിണ്ടാത്തെ? ഇല്ല, എനിക്ക് കേട്ടപ്പോൾ എന്തോ ഷോക്കായി. ഇങ്ങനെയൊക്കെ ആണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്ന ആൾക്കാർ എങ്ങനെയാ എനിക്ക് കാറ് വാങ്ങി തന്നതും അതുപോലെ കോടികളിലെ സ്വത്തുക്കളുണ്ടെന്ന് പറഞ്ഞതും പുതിയതായിട്ട് ഫ്ലോട്ടുകളൊക്കെ വാങ്ങിക്കുന്നതും അതൊക്കെ വെറും കള്ളത്തരങ്ങളാ. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അന്വേഷിച്ചിട്ടാ ഇപ്പം നിന്നെ വിളിക്കുന്നത്. നാളെ എന്തായാലും അറസ്റ്റ് ഉണ്ടാവും. നിക്കാരെ ആരോടും പറയണ്ട. ഇല്ല നന്ദു, ഞാൻ ആരോടും പറയുന്നില്ല. അതുമാത്രമല്ല, അന്നത്തെ ആ മാലമോഷണ കേസ് അത് ഞാൻ വീണ്ടും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും മുത്തശ്ശനോ ആദർശേട്ടനോ കംപ്ലൈന്റ് തന്നിട്ടില്ലെങ്കിലും എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാനൊന്ന് അന്വേഷിക്കുന്നുണ്ട്. അതും എനിക്ക് തോന്നുന്നത് ഇവര് തന്നെയാ ചെയ്തെന്നാ. നന്ദു, ഇക്കാര്യത്തില് നീ ഒരു കരുണയും ചെയ്യണ്ട. തെറ്റ് ചെയ്തവര് എന്തായാലും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഇനിയത് അനാമിക ചെയ്താലും എൻ്റെ ഭാര്യയാണെന്ന് കരുതി ഒരു വിട്ടുവീഴ്ചയും നീ ചെയ്യണ്ട. എന്നാ ശരി അനി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്യാണ്. എന്നാ അനി ഇതൊക്കെ കേട്ട് ആകെ സങ്കടത്തിലായിരിക്കും. സങ്കടവും ദേഷ്യവും ഒക്കെ തന്നെ അനിക്കുണ്ടായിരിക്കും. ഇവര് സംസാരിക്കുന്നത് മുഴുവനായിട്ടും ദേവയാനി കേട്ട് കാണും. ദേവയാനിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണോ അനന്തപുരിയിലോട്ട് ഒരു പെൺകുട്ടി കയറി വന്നത്? അച്ഛനും അമ്മയും മകളും എന്തൊക്കെ കള്ളങ്ങളാ ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത്. അനിയുടെ സംസാരത്തിൽ നിന്ന് നന്ദു വേണുവിനെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാ തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞായിരിക്കും ദേവയാനി നിൽക്കുന്നുണ്ടായിരിക്കാം. പിന്നീടായിട്ട് കാണിക്കുന്നത് നയനയും ആദർശും പുറത്തു പോയി വരികയാണ്. ഈ സമയത്ത് ദേവയാനിക്ക് ഒരു സാരി കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് ജാനകി വരുന്നുണ്ട്. അല്ല ഏട്ടത്തി, എനിക്ക് വാങ്ങിയതാണോ ഈ സാരി? നിനക്ക് വാങ്ങിക്കാനോ? ഇതെനിക്കേ എൻ്റെ നയന മോള് ഗിഫ്റ്റ് തന്നതാ. അവള് തന്നെ ഡിസൈൻ ചെയ്തതാ ഈ സാരി. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഇതെല്ലാം ഗോൾഡൻ വർക്കുകളാ. 3 ലക്ഷം രൂപ വില വരും ഈ സാരിക്ക്. ഇതെന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് എടുക്കാനുള്ളതാ. ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനൊരു സാരി ഉണ്ടാക്കണമെന്ന്. എന്നാ മോൾ ഇത്ര വേഗം ചെയ്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മോളെ നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ട് ജാനകി പറയുന്നുണ്ട്. ഏട്ടത്തിയുടെ സംസാരം കേട്ടാ തോന്നും അവളുടെ പൈസ കൊണ്ട് അവൾ ഉണ്ടാക്കിയതാണെന്ന്. എല്ലാം അനന്തപുരിയിലെ പണാ, അല്ലാതെ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. പിന്നെ അവള് ജോലിക്കും പോകുന്നില്ല. ആര് പറഞ്ഞു അവള് ജോലിക്ക് പോകുന്നില്ല എന്ന്?
അവൾ ഓഫീസിലെ വർക്കുകളെല്ലാം ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ഡിസൈൻസ് എല്ലാം അവൾ വരച്ച് ആദർശിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അച്ഛൻ അവൾക്കായിട്ട് ശമ്പളവും കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, അവളെ കയ്യിൽ പൈസ ഇല്ലായ? ഓ, ഇതൊക്കെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ടോ? ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. എന്റെ പൊന്നു ജാനകി, നിനക്കിപ്പോ എന്താ പ്രശ്നം? അല്ല, ഏട്ടത്തിയുടെ മരുമകള് ഏട്ടത്തിക്ക് 3 ലക്ഷം രൂപയുടെ സാരി വാങ്ങി തന്നു എന്ന് പറഞ്ഞു. എന്റെ മരുമകളെ പേരിലെ കോടികളുടെ സ്വത്താ. അവളെനിക്ക് 10-15 ലക്ഷം രൂപയുടെ സാരി വാങ്ങിത്തരും. അതിനുള്ള കഴിവ് ഇപ്പൊ എന്റെ അനാമിക മോൾക്കുണ്ട്. ഏട്ടത്തിയുടെ സംസാരം കേട്ടാ തോന്നും ഏട്ടത്തിയുടെ മരുമകള് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്ന്. ഞാൻ നിന്റെ അടുത്ത് തർക്കിക്കാനില്ല. പിന്നെ നിന്റെ മരുമകളുടെ സ്വത്തിന്റെ കാര്യമൊന്നും എന്റെ അടുത്ത് പറയണ്ട. കോടികളുടെ സ്വത്തിന്റെ കഥയൊക്കെ അധികം വൈകാതെ എല്ലാവരും അറിയും എന്ന് ദേവിയാനെ പറയുന്നു. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വേണു വരുന്നുണ്ട്. എന്താ മോളെ, ഇവിടെ എല്ലാവരും വലിയ ചർച്ചയിലാണല്ലോ. ആ, അനാമികയുടെ അച്ഛൻ വന്നോ? അച്ഛൻ ഇരിക്കോ എന്നൊക്കെ പറഞ്ഞ് ജാനകി ചെല്ലുന്നുണ്ട്. എന്നാ ദേവയാനിക്ക് വലിയ മൈൻഡൊന്നുമില്ല. കാര്യങ്ങളെല്ലാം ദേവയാനിക്ക് അറിയാലോ. അല്ല മോളെ, മോൾക്കുള്ള സാരിയാണോ വല്യമ്മയുടെ കയ്യില്? അല്ല, അത് നയന വല്യമ്മയ്ക്ക് കൊടുത്ത സാരിയാ. കഞ്ഞു കുടിക്കാൻ കൂടെ ഗതിയില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവൾക്ക് അനന്തപുരിയിലെ നിലയും വിലയും അനുസരിച്ച് ഒരു സാരി ഗിഫ്റ്റ് കൊടുക്കാനുള്ള പൈസയൊക്കെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ ദേവയാനി ദേഷ്യത്തോടെ ചെല്ലുന്നുണ്ട്. അനാമികയുടെ അച്ഛനാണെന്നുള്ള ഒരു പരിഗണന കൊണ്ട് മാത്രാ ഞാനിതിന് മറുപടി പറയാത്തത്. കോടികളുടെ സ്വത്തുണ്ടെന്ന് പറഞ്ഞ് വെറുതെ വീമ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള കാര്യങ്ങൾ കാണിക്കണം. മോൾക്കെന്തോ കോടികളുടെ വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന്റെ കാര്യങ്ങളൊന്നും പിന്നെ കേട്ടില്ലല്ലോ. അതിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാവാനുണ്ട്. ഓ, അങ്ങനെ എത്ര നാളായി പറഞ്ഞിട്ട്? പല കാര്യങ്ങളും നിങ്ങൾ പറയാന്നല്ലാതെ ഇതുവരെ പ്രവർത്തിച്ച് കാണിച്ചിട്ടില്ല. ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയിലായിരിക്കും നന്ദു വരുന്നത്. നന്ദു പോലീസ് യൂണിഫോമിൽ കയറി വരുന്ന കാണുമ്പോൾ വേണു ഒന്ന് ഞെട്ടുന്നുണ്ട്. നന്ദുവിനെ കാണുമ്പോൾ നമ്മുടെ വേണു എഴുന്നേറ്റ് നിൽക്കാണ്. ഇത് കണ്ട് ദേവയാനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. ഇന്നലെ അനിയെ ഫോൺ ചെയ്ത് സംസാരിച്ചതും നന്ദി ഇപ്പൊ ഇങ്ങോട്ട് വന്നതും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് ദേവയാനിക്ക് മനസ്സിലാവാണ്. നന്ദുവിനെ കാണുമ്പോൾ നയന പോയി ചോദിക്കുന്നുണ്ട്, മോളെ എന്താ കാര്യം, നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ നയന ചോദിക്കാണ്. ചേച്ചി, ഞാൻ ഒഫീഷ്യലായിട്ട് വന്നതാ. എനിക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇവിടെ അറസ്റ്റ് ചെയ്യാനോ? എന്താ മോളെ പറയുന്നേ? കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഒരു പിടികിട്ടാ പുള്ളി ഇവിടെയുണ്ട്. ഇത് കേട്ട് അനാമികയും രേവതിയും ആകെ പേടിച്ചു നിൽക്കാണ്. അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവാണ് വേണുവിനെ അറസ്റ്റ് ചെയ്യാനാണെന്ന്. ഈ സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ പറഞ്ഞു വരുന്നേ? ആരെ അറസ്റ്റ് ചെയ്യാനാ നീ ഇങ്ങോട്ട് വന്നേ? ഇതാ ഈ നിൽക്കുന്നു അനാമികയുടെ അച്ഛൻ വേണു. വേണുവിനെ അറസ്റ്റ് ചെയ്യാനാ വന്നത്. എന്നാ ജാനകി പറയുന്നുണ്ട്, നീ വെറുതെ അനാമിക മോളോടുള്ള ദേഷ്യം കാരണം അവളുടെ അച്ഛനെ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇല്ലാത്ത കേസ് പറഞ്ഞ് ഇതുപോലെയൊന്നും വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇല്ലാത്ത കേസൊന്നുമല്ല, തെളിവ് സഹിതം എല്ലാം എന്റെ പക്കലുണ്ട്. എന്തായാലും ഇയാളെ ഇപ്പോ അറസ്റ്റ് ചെയ്തേ പറ്റൂ. ഇതും പറഞ്ഞുകൊണ്ട് കോൺസ്റ്റബിൾസിനെയൊക്കെ വിളിക്കുകയാണ്. എന്നാ വേണുവിനെ വിലങ്ങിടാൻ ചെല്ലുന്ന സമയത്ത് വേണു പറയുന്നുണ്ട്, ഇവളെ വെറുതെ കള്ളം പറയാ. അവളെ ഇവളെ നിന്നും വിളിക്കണ്ട. ഞാന് SI ആണ്. പണ്ടത്തെ പോലെ എടി പൊടി എന്നൊന്നും എന്നെ വിളിക്കരുത് എന്ന് നന്ദു പറയുന്നുണ്ട്. അല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തോ ഇല്ലയോന്നൊക്കെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നിങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ട് നമുക്ക് പറയാം എന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്യാണ്. ഈ സമയത്ത് ദേവിയാനി ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട്. അനാമികയും പറയുന്നുണ്ട്, നന്ദു എൻ്റെ അച്ഛനെ വെറുതെ വിടണം. നീ എന്തേ ഈ കാണിക്കുന്നേ എന്നൊക്കെ. അനാമികയെ, നിന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതില്ലാന്ന് നീ സ്ഥാപിച്ചിട്ടും ഒരു കാര്യവുമില്ല. തെളിവെല്ലാം ഞങ്ങളുടെ പക്കലുണ്ട്. എന്തായാലും സ്റ്റേഷനിലോട്ട് കൊണ്ടുപോട്ടെ, ബാക്കിയെല്ലാം പിന്നീടെന്നും പറഞ്ഞ് നന്ദു അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പില് വേണുവിനെ കൊണ്ടുപോവാണ്. അവിടെ എത്തിയിട്ടും വേണു സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ നന്ദുവിന് നല്ല പോലെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട്. നല്ല അടി കൊടുക്കുന്നുണ്ട് വേണുവിന്.